ബൊമ്മക്കൊല്ലുകൊണ്ട് ഭക്ത്യാദരപൂർവ്വം നവരാത്രി സമർപ്പണം നടത്തി ഉദയംപേരൂർ സൗവർണികയിൽ രമേശ്, അജിത രമേശ് ദമ്പതികൾ. ആചാരങ്ങൾ അന്യം നിന്ന് പോകാതിരിക്കാനും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനും ശുദ്ധതയോടും ഭക്തിപൂർവവുമായ ചടങ്ങുകളോടെയുമാണ് ദമ്പതികൾ വർഷങ്ങളായി ബൊമ്മക്കൊലു ഒരുക്കുന്നത്. നവരാത്രിയുടെ ഭാഗമായി ദേവീദേവന്മാരുടെ ബൊമ്മകൾ നിരത്തി നടത്തുന്ന ആചാരപരമായ ചടങ്ങ് ബൊമ്മക്കൊലു കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ചിലയിടങ്ങളിൽ ആചരിച്ചു വരുന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഈ ആചാരം സമീപ വർഷങ്ങളിലായി കേരളത്തിലുള്ള ചില കുടുംബങ്ങൾ തുടർന്നു പോരുന്നുണ്ട്. ഉദയംപേരൂരിലെ നടക്കാവ് സൗവർണിക വീട്ടിൽ രമേശ്, അജിത രമേശ് ദമ്പതികൾ നിരവധി വർഷങ്ങളായി ഈ ആചാര പരമ്പര ശുദ്ധിയോടെയും ഭക്തിപൂർവവുമാണ് പാലിച്ചു വരുന്നത്. നവരാത്രിയിലെ ആദ്യ ദിവസം ഗണപതി പൂജയ്ക്ക് ശേഷം വീട്ടിലെ മുതിർന്ന അംഗം കലശവാഹന പൂജാവിധി നിർവഹിക്കും. പിന്നീട് മരത്തടികൾ ഉപയോഗിച്ച് പടികൾ തയ്യാറാക്കി അതിന്മേൽ തുണി വിരിച്ചാണ് ദേവതാ ബൊമ്മകൾ ദർശനത്തിന് നിരത്തുന്നത്. വിഷ്ണു സുദർശന ചക്രം കൊടുക്കും, ശിവൻ ശൂലം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഹിമവാൻ സിംഹത്തിനെ വാഹനമായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ ദൈവങ്ങളും കൂടെ ശക്തി ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ദേവി വരികയാണ്. മഹിഷാസുരൻ മർദ്ദിനി എന്ന് പേരില്ല, മഹിഷാസുരനെ കൊന്നതിന് ശേഷമാണ് ആ പേര് കിട്ടുന്നത്. പത്താമത്തെ പകലാണ് ശരിക്കും മഹിഷാസുരനെ ദേവി കൊല്ലുന്നത്. അപ്പോൾ ആ സമയത്ത് പല പല രൂപങ്ങളിലും കാളയുടെ രൂപത്തിൽ, ആനയുടെ രൂപത്തിലൊക്കെ മഹിഷാസുരൻ ലാസ്റ്റായിട്ട് ഇങ്ങനെ എല്ലാ സകല അടവുകളും പ്രയോഗിക്കുകയാണ്. അപ്പോൾ ശിവൻ കൊടുത്ത ശൂലം കൊണ്ട് മഹിഷാസുരനെ നിഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ദേവി 10ാമത്തെ ദിവസം രാവിലെ. അപ്പോൾ അതാണ് ദശമിയിൽ ഒന്നാണ് 10ാമത്തെ ദിവസമാണ് കൊല്ലുന്നത്. തിന്മയെ ഇല്ലാണ്ടാക്കി നന്മയിലേക്ക് വരുന്നതാണ്. അതാണ് ആ ഒരു കഥ. അപ്പോൾ അത് ആഘോഷിക്കാനായിട്ടാണ് നമ്മൾ ഈ നവരാത്രി മഹോത്സവം ആഘോഷിക്കുന്നത്. ഈ 10 ദിവസവും ഈ മഹിഷാസുരൻ അത്രയ്ക്ക് പവർഫുൾ ആയതുകൊണ്ട് ദൈവങ്ങളെല്ലാവരും തന്നെ അവരുടെ ശക്തി ഫുൾ ദേവിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ദൈവങ്ങൾ ഇങ്ങനെ സ്റ്റില്ലായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ പവർ ഫുള്ളായിട്ട് ഈ 10 ദിവസവും ദേവിക്ക് കൊടുത്തിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ 10 ദിവസം ദൈവങ്ങളെ ഇങ്ങനെ ഇരുത്തിയിട്ട് നമ്മളിങ്ങനെ പൂജ ചെയ്യുന്നത്. അങ്ങനെ അതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ന്യൂസ് ബ്യൂറോ, പിറവം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ ഏതുമാവട്ടെ, എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി.